10 മുതൽ 15,000 ലിറ്റർ എയർ ആണ് ഒരു ദിവസം ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. ഈ ശ്വാസത്തില് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന വായുവിന്റെ ക്വാളിറ്റി നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയൊക്കെ പണിയെടുക്കുന്ന ശ്വാസകോശത്തിന് ഓക്സിജൻ വേണ്ടേ? ആ ഓക്സിജൻ കൊടുക്കുന്നത് ബ്ലഡ് വഴി തന്നെ കോശങ്ങളിലേക്ക് എത്താണ് ചെയ്യുന്നത്. വായു കൊണ്ടുള്ള ശ്വസനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വസനത്തിനെ സംബന്ധിച്ച് വളരെ ദോഷം തരുന്ന ഒരു കാര്യം. നമ്മുടെ ശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ജീവശ്വാസം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സെനാരിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ശ്വാസം നന്നാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് വളരെ റിലേഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ, അതും അബോധമായിട്ട് നടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രസക്തി. റെസ്പിറേറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യം മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. സോ ജീവശ്വാസം എന്ന് പറയാം. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മൂക്ക് അല്ലെങ്കിൽ നേസൽ കാവിറ്റി എന്ന് പറയാം, ഫാരിങ്സും ലാരിങ്സും വരുന്നുണ്ട് അവിടെ. അതിൽ ഫാരിങ്സ്, അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ട്രക്കിയക്കകത്ത് തന്നെയാണ് നമ്മുടെ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു വോക്കൽ കോഡ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, വോയിസ് ബോക്സ് എന്ന് പറയാം. ഈ ഒരു വോക്കൽ കോഡൊക്കെ വരുന്നത് ഇവിടെ ഈ ട്രക്കിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പല സൗണ്ടും വരുന്നത്. പാട്ടുകാർ പാട്ട് പാടുന്നതും അതേ ശ്വാസത്തിന്റെ ബലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകാര് ശ്വാസം ശീലിക്കണം എന്ന് പറയും. പഠിപ്പിച്ചു കൊടുക്കുന്ന സമയം തന്നെ ആദ്യം പറയുന്നത് ശ്വാസം പരിശീലിച്ചിട്ട് വേണം നമുക്ക് ആ സൗണ്ടിലുള്ള വ്യത്യാസം വരുത്താനും എന്നുള്ളത് കറക്റ്റാണ്. പിന്നെ വരുന്നതാണ് ശ്വാസകോശം. ശ്വാസകോശത്തിൽ തന്നെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ബ്രോങ്കിയോൾസ് ഉണ്ട്, ആൽവിയോള ഉണ്ട്, ആൽവിയോളസ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളാണ് ഈ ഒരു ശ്വാസകോശത്തിനകത്തുള്ളത്. ട്രക്കിയ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് രണ്ട് ശ്വാസകോശത്തിലേക്ക് പോകും. അത് ഈ ശ്വാസകോശത്തിനകത്ത് ചെറിയ ചെറിയ സഞ്ചികളിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നാണ് വാതക കൈമാറ്റം നടക്കുന്നത്. അഥവാ ശ്വസനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്. ശ്വാസം കഴിക്കുന്നത് മാത്രമല്ല, ഈ കഴിക്കുന്ന ശ്വാസത്തിലെ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുക വേണം. ഡയഫ്രം എന്ന് പറയുന്ന ഒരു മസിലാണ് പ്രധാനമായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പാർട്സ്. ഓക്കെ, ഒരു ശ്വാസകോശത്തിന്റെ വെയിറ്റ് ഏകദേശം 1.3 കിലോ ആണ്. ഈ 1.3 കിലോയിൽ തന്നെ റൈറ്റ് ശ്വാസകോശം എന്ന് പറയുന്നത് വലതുഭാഗത്തുള്ളത് 3 ലോബും ഇടതുഭാഗത്തുള്ളത് 2 ലോബുമാണ്. വലതുഭാഗത്ത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. ഇടതുഭാഗം നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്തിന് കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്. ഇതിനകത്ത് അപ്രോക്സിമേറ്റ്ലി 2400 കിലോമീറ്റർ എയർവേസ്, എയർ പാസേജിന് വേണ്ടിയിട്ടുള്ള വഴികൾ 2400 കിലോമീറ്റർ. ചെറിയ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഡൽഹി വരെയെങ്കിലും പോകാം. ഈ ഇത്രയും എയർവേസ് ഫോം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒന്നിച്ച് ഏകദേശം 500 മില്യണോളം, 300 മുതൽ 500 മില്യൺ വരെ, ദശലക്ഷം വരെ ആൽവിയോളൈ എന്ന് പറയുന്ന ചെറിയ സഞ്ചികളുണ്ട്. ഇത്രയും സഞ്ചികളിൽ കൂടിയാണ് വാതക കൈമാറ്റം നടക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇത് മുഴുവനും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെന്ന വേറൊരു കാര്യം. ശരിക്കും ഇതിന്റെ ഈ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3 ടെന്നീസ് കോർട്ടിന്റെ വലിപ്പം വരും. അങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള എല്ലാ സഞ്ചികളും ഒക്കെ പരത്തി വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ വലിപ്പമുള്ള ഒരു സാധനമാണ് നമ്മളിങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇതിനകത്തേക്ക്, ഈ നെഞ്ചിക്കൂടിനകത്തേക്ക് വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ലിറ്ററോളം വരും. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്ന ഏകദേശം 4.5 മുതൽ അല്ലെങ്കിൽ 4 മുതൽ 5 ലിറ്റർ വരെയാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സസൈസ് ചെയ്യുന്ന, വ്യായാമത്തിലുള്ള അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പോലും ആവറേജ് ഒരു 75% വരെയൊക്കെ അതിന്റെ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 6 ലിറ്ററിൽ ബാക്കി 1.5 ലിറ്റർ നമ്മൾ യൂസ് ചെയ്യാതെ വിടുകയാണ് എന്നുള്ളത് വേറൊരു വാസ്തവം. നമ്മൾ ഒരു പ്രാവശ്യം ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം 7 മുതൽ 8 ലിറ്റർ വരെ അകത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിലും ഒരു മിനിറ്റില്, ഒരു പ്രാവശ്യമല്ല, ഒരു മിനിറ്റില് നമ്മുടെ ബ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ, പൾസ് റേറ്റ് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഒരു 70 മുതൽ 75 വരെയാണ് നമ്മുടെ പൾസ് റേറ്റ്, ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന റേറ്റ്. ശ്വാസത്തിന്റെ റേറ്റ് അപ്രോക്സിമേറ്റ്ലി 15 to 20 ടൈംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ ഞാൻ 15 മുതൽ 18 വരെ, ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 ഒക്കെയാണ്, 18 പ്രാവശ്യം ഞാൻ ശ്വാസം വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഇത് ഓടുന്ന സമയത്താണെങ്കിൽ നമ്മളത് കുറച്ച് കൂടുതലാണ്, അറൗണ്ട് ഡബിൾ ഒക്കെ വരും, 36 അല്ലെങ്കിൽ ഒരു 40 ടൈംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇന്റൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് 60 വരെ പോവാം, 3 ഇരട്ടി വരെ പോവാം. അപ്പോ ഒരു നോർമൽ പേഴ്സൺ, വ്യായാമം ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ അധികം ആക്ടിവിറ്റീസിലൊന്നും ഇല്ലാത്ത ഒരാള്
അധികം സ്ട്രെസ്ഡ് അല്ലാത്ത, കോപിക്കാത്ത ഒരാൾ ഒരു പക്ഷെ 7 to 8 ലിറ്റേഴ്സ് ആണ് ഒരു മിനിറ്റിൽ എടുക്കുന്ന വായുവിന്റെ അളവ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂർ ഉണ്ടല്ലോ, 60 മിനിറ്റ് വീതം ഗുണിക്കണമല്ലോ. ഇതൊക്കെ നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 10 മുതൽ 15,000 ലിറ്റർ എയർ ആണ് ഒരു ദിവസം ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. ഈ ശ്വാസത്തില് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന വായുവിന്റെ ക്വാളിറ്റി നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അത്യാവശ്യമല്ലേ? നമ്മൾ കുടിക്കുന്ന വെള്ളം എത്ര കുറവാണ്? ഏതാണ്ട് 2 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് RO അല്ലെങ്കിൽ UV ഫിൽട്രേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷമുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും 11,000 അല്ലെങ്കിൽ 10,000 ലിറ്റർ എങ്കിലും മിനിമം എയർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദിവസത്തേക്ക് നമ്മൾ ആ ഫിൽട്ടർ ആയിട്ടുള്ള എയർ ആണ് ഉപയോഗിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് അന്തരീക്ഷ മലിനീകരണം എങ്കിലും കുറച്ചുകൂടെ. ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ബോധത്തോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ശരിക്കും നമ്മുടെ ലങ്സിന്റെ, ശ്വാസകോശത്തിന്റെ മാത്രം ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷനിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ചില വിഷവാതകങ്ങൾ, ചില ടോക്സിക് ആയിട്ടുള്ള വാതകങ്ങൾ, ചില നോർമൽ വാതകങ്ങളും ഒക്കെ ഉണ്ടാവും അതിനകത്ത്, അതും ഒക്കെ പുറത്തേക്ക് വിടുന്നു. അത് ശ്വാസകോശത്തിനകത്തേക്ക് കൊടുത്തിട്ട് ഓക്സിജൻ അവിടുന്ന് തിരിച്ച് വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അവിടെ വാതക കൈമാറ്റം നടക്കുന്നു. ഈ വാതക കൈമാറ്റത്തിൽ സാധാരണ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ് ഈ ഓക്സിജൻ എടുക്കുന്ന ആള്. അപ്പോൾ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ഇല്ലാത്ത സമയത്തുള്ള നിറം നോർമലി നീലയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഞരമ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് കാണുന്നത് നീല നിറത്തിലുള്ളതായിരിക്കും. പക്ഷെ അത് എപ്പോഴാണോ ആ ബ്ലഡ് വായുവായിട്ട് മുട്ടുന്നത് ആ സമയത്തേക്ക് അത് ചുവപ്പ് നിറത്തിലേക്ക് പോകും. അവിടെയും ഒരു വാതക കൈമാറ്റം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ നേരിട്ട് ബ്ലഡ് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അവിടെ അതിന് കൺട്രോൾ ഇല്ല. ശ്വാസകോശം ഇത് വളരെ കൺട്രോൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ശ്വാസകോശത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് എനാബ്ലിംഗ് വോക്കൽ സൗണ്ട്സ്. നമ്മുടെ സൗണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ശ്വാസകോശം തന്നെയാണ്. ഓക്കെ, നമ്മൾ അകത്തേക്ക് വായു എടുക്കുമ്പോഴല്ല, പുറത്തേക്ക് വായു വിടുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ ക്ലാരിറ്റി വരുന്നതൊക്കെ. അപ്പോൾ ഇതിന്റെ ഒന്നിച്ച് ഞാൻ പറഞ്ഞു ബ്ലഡ് ഒരു പ്രധാന ഫാക്ടർ ആണെന്ന്. എന്താണ് ഫങ്ഷൻസ് ഓഫ് ഹേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ എക്സ്ചേഞ്ച്, വാതക കൈമാറ്റത്തിനുള്ള ഒരു പോസിബിലിറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ 2 തരത്തിലുള്ള ആർട്ടറി വീൻ ആണ് ശരിക്ക് ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. പൾമണറി ആർട്ടറി എന്ന് പറയും. ഒന്ന് ഹേർട്ടിലേക്ക് വേണ്ട ബ്ലഡ് കൊണ്ടുപോകുന്നു, ഒന്ന് ശ്വാസകോശത്തിലേക്ക് വേണ്ട ന്യൂട്രീഷനും ഓക്സിജനും കൊടുക്കുന്നു. ഇത്രയൊക്കെ പണിയെടുക്കുന്ന ശ്വാസകോശത്തിന് ഓക്സിജൻ വേണ്ടേ? ആ ഓക്സിജൻ കൊടുക്കുന്നത് ബ്ലഡ് വഴി തന്നെ കോശങ്ങളിലേക്ക് എത്താണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നതും ഇതേ ബ്ലഡ് ആണ്. ഇത് നമ്മുടെ ആൽവിയോളർ സാക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസകോശത്തിനകത്തുള്ള ചെറിയ ചെറിയ സഞ്ചികൾ, ഈ സഞ്ചികളിൽ ഇത് എങ്ങനെയാണ് വാതക കൈമാറ്റം നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിനകത്ത് ഒക്കെ ഒരു മ്യൂക്കസ് ഫോം ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ എയറിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയൊന്നും ഫിൽട്ടർ ചെയ്യാത്ത എയർ ആണെങ്കിലും അത് ഈ മ്യൂക്കസ് ആണ് കുറച്ചെങ്കിലും ഒക്കെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ശ്വാസകോശത്തിൽ ദോഷം വരുത്താതെയും അതുപോലെ തന്നെ അത് നേരിട്ട് ബ്ലഡിൽ എത്താതെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കുറെയൊക്കെ ഈ മ്യൂക്കസ് ലൈനിങ് ആണ്. മ്യൂക്കസ് ഗ്ലാൻഡ് ഓൾമോസ്റ്റ് 125 ml മ്യൂക്കസ് ആണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. അത്ര ചെറിയ അളവിലേ വേണ്ടൂ, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബ്ലഡിൽ കൂടിയോ അല്ലെങ്കിൽ ഈവൻ മലത്തിൽ കൂടിയോ ഒക്കെ പുറത്തേക്ക് കളയാനുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, വളരെ മാർബുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ശ്വസിക്കുന്നത്? ശ്വസിക്കുന്നത് നമ്മൾ മൂക്ക് കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വായ കൊണ്ടുമാണ്. ഈ ഉറങ്ങിയ ചിത്രം നോക്കണ്ട, ഉണർന്നിരിക്കുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും എന്തോ ഒരു അബോധത്തിലേക്ക് പോയിട്ട് ചിലപ്പോൾ വായ തുറന്നിട്ടൊക്കെ ശ്വസിക്കാറുണ്ട്. ഈ വായ തുറന്ന് ശ്വസിക്കുമ്പോൾ പൊതുവെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച കയറുന്ന, ഈച്ച മാത്രമൊന്നല്ല പലതും കയറും. വായ കൊണ്ടുള്ള ശ്വസനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വസനത്തിനെ സംബന്ധിച്ച് വളരെ ദോഷം തരുന്ന ഒരു കാര്യം. ആദ്യം മൂക്കിലേക്ക് വരാം. മൂക്ക് എന്ന് പറയുന്നത് വെറുതെ നമുക്ക് മണം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല. മൂക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ, മൂക്കിനകത്ത് കുറേ സീലിയകളുണ്ട്, രോമങ്ങളുണ്ട്. ഇത് ആദ്യത്തെ ഫിൽട്രേഷൻ ചെയ്യും. എയർ അകത്തേക്ക് കയറുന്നതിന് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വലിയ വലിയ പൊടികളൊക്കെ അവിടെ തന്നെ തടഞ്ഞു നിർത്തും. ഈവൻ കുറച്ചൊക്കെ ബാക്ടീരിയസിനെയും തടഞ്ഞു നിർത്താനുള്ള കഴിവ് മൂക്കിനുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ചില ഡസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തുമ്മൽ വരുന്നത്.
അതുപോലെ തന്നെ റണ്ണിങ് നോസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ഒരു മ്യൂക്കസ് അവിടെ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് കൂടിയാണ്. അത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, പ്രതിരോധത്തിന്റെ ഭാഗമാണ്. ഉറക്കത്തിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൂക്ക് സഹായിക്കുന്നുണ്ട്. കാരണം സ്നോറിങ് പോലെയുള്ള അല്ലെങ്കിൽ കൂർക്കമ്പലി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈവൻ സ്ലീപ്പ് ആപ്നിയ, ഒബ്സ്ട്രക്റ്റീവ് OSA എന്ന് പറയും, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പൊതുവെ വായയിൽ കൂടി ശ്വാസം എടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. സോ മൂക്കിൽ കൂടി ശ്വാസം വലിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഈ ശ്വാസത്തിന്റെ ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് മൂക്ക്. ഇത് രണ്ടും ശരീരത്തിന് ആവശ്യമുണ്ട്. കാരണം വളരെ തണുത്ത പ്രതലത്തില്, തണുത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരിൽ മൂക്കിലേക്ക് പോകുന്ന ശ്വാസവും തണുത്തതായിരിക്കും, വായു തണുത്തതായിരിക്കും. ആ തണുപ്പിനെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മൂക്ക്. അതുപോലെ തന്നെ ഈ വായുവിന് ഒരു ചെറിയ ഹ്യൂമിഡിറ്റി ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അത് ഫിൽട്രേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ക്ലീനിങ് പ്രോസസ്സും, നമ്മുടെ ലങ്സിന്റെ മൊത്തത്തിലുള്ള ക്ലീനിങ് പ്രോസസ്സിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മൂക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും നമ്മുടെ മൂക്കിൽ കൂടി ശ്വസിക്കുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ എഫിഷ്യൻസി 18% കൂടുതലാണെന്ന് പറയാം. കുറഞ്ഞ ഊർജത്തിൽ തന്നെ നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ശ്വാസകോശത്തിന്. ഓക്കെ, അതുപോലെ തന്നെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു വാതകമുണ്ട്. ഈ വാതകം ഉണ്ടാക്കുന്നത് പൊതുവെ നമ്മുടെ സൈനസ് ഗ്ലാൻസ് ആണ്. അവിടെ ഈ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വായയിൽ കൂടി ശ്വസിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഏകദേശം 6 മടങ്ങോളം ആണ് നമുക്ക് ഈ ഒരു മൂക്കിൽ കൂടി ശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ മൂഡ്, പ്രതിരോധ വ്യവസ്ഥയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റു പല ഫംഗ്ഷൻസും, ഈവൻ നൈട്രിക് ഓക്സൈഡിന്റെ അളവിനനുസരിച്ചാണ് ബ്ലഡ് കാപ്പിലറീസിന്റെ വ്യാപ്തം പോലും വലുതാവുന്നത്. സോ BP പോലെയുള്ള ആൾക്കാരിൽ നൈട്രിക് ഓക്സൈഡ് വലിയൊരു ഫാക്ടറാണ്. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ വാതകം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നൈട്രിക് ഓക്സൈഡ്. ഓക്കെ, സോ നമ്മൾ വായയിൽ കൂടിയാണ് ശ്വസിക്കുന്നതെങ്കിൽ അവിടെ തണുത്ത എയർ ആണെങ്കിൽ തണുത്ത എയർ അതുപോലെ പോകും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഉള്ളതാണെങ്കിൽ ഹ്യൂമിഡിറ്റി അതുപോലെ പോകും. ഈവൻ ഡ്രൈനെസ് ഉണ്ടാവാം. നമ്മൾ കൂടുതൽ നേരം വായയിൽ കൂടി ശ്വാസം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഡ്രൈ ആവും, വായയൊക്കെ ചുണ്ടു പൊട്ടാം, വായയിൽ പോടുണ്ടാവാം, പല്ലുകൾക്കൊക്കെ പോടുണ്ടാവുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ അത് ചെറിയ കുട്ടികളോട് ഡെന്റൽ ഡോക്ടർമാർ ചോദിക്കാറുണ്ട്, കുട്ടി രാത്രിയിൽ അല്ലെങ്കിൽ ഈവൻ പകല് തന്നെ വായ തുറന്നു വെച്ചിട്ടുള്ള ശീലം ഉണ്ടോ? അതൊക്കെ അതിന്റെ ഒരു ഫാക്ടറാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രത്യേകിച്ച് ബ്രെയിനിലേക്കുള്ളത് കുറയും. അതുകൊണ്ട് തന്നെ മൂഡിനെ എഫക്ട് ചെയ്യും. ഓരോ കാര്യങ്ങളെയും പെട്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള കഴിവിനൊക്കെ അത് എഫക്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ കൂടാതെ മറ്റൊന്നാണ് പലതരത്തിലുള്ള രോഗാണുക്കള് നേരിട്ട് ശ്വാസകോശത്തിലേക്കും വായയിലേക്കും പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. സോ വായയിൽ കൂടിയുള്ള ബ്രീത്തിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു ശീലത്തിലേക്ക് എത്തേണ്ടത്, മൂക്കിൽ കൂടി തന്നെ ശ്വസിക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുന്ന സമയത്താണ് നമുക്ക് ശ്വസിക്കാനുള്ള പ്രേരണ ഉണ്ടാവുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗർ കിട്ടുമ്പോഴാണ് ശ്വാസം എടുത്തിട്ട് അതിൻ്റെ ഒന്നിച്ച് പുറത്തേക്ക് കളയാനും ശ്രദ്ധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വായു പുറത്തേക്ക് വിടാൻ നോക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് മാക്സിമം എംപ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒഴിവാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ബ്രീത്ത് പുറത്തേക്ക് പോകും, അത്ര തന്നെ ബ്രീത്ത് നമ്മൾ അകത്തേക്ക് എടുക്കും. സോ ഈ ഒരു കാര്യം CO2 ഇസ് ദ ട്രിഗർ ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് പ്രാക്ടിക്കലി അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാത്തിനും മൈൻഡ്ഫുൾനെസ് വേണ്ടേ, അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ലങ്സിന്റെ കപ്പാസിറ്റി കൂടുന്നതും അതിന്റെ എഫക്റ്റീവ്നെസ് കൂടുന്നതും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മുടെ ശ്വസനത്തിന് ക്ലൈമറ്റ് എഫക്ട് ചെയ്യുന്നത്? പെട്ടെന്നുള്ള ചേഞ്ച്, അതിപ്പോ ഹ്യൂമിഡിറ്റി ലെവലിലായിക്കോട്ടെ, ടെമ്പറേച്ചറിലായിക്കോട്ടെ, മഴ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഒക്കെ ഈ ചേഞ്ചസ് പല ആൾക്കാരുടെയും റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥയെ എഫക്ട് ചെയ്യുന്നുണ്ട്. നോർമലി പറയുന്നത് സമ്മർ സീസണിലാണ് പൊല്യൂഷൻ കുറച്ച് കൂടുതലെന്നാണ്. കാരണം ഡസ്റ്റ് എയറിൽ തന്നെ ഉണ്ടാവും, പൊടികൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ സമ്മർ ടൈമിൽ നമ്മൾ കുറച്ചുകൂടി കെയർ എടുക്കുന്നത് നല്ലതാണ്, ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഹ്യൂമിഡിറ്റി ആവശ്യമുണ്ട്, പക്ഷെ ഓവർ ഹ്യൂമിഡിറ്റി ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൂക്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തും. ടെമ്പറേച്ചറും അതുപോലെ തന്നെ. സോ എക്സ്ട്രീം ലോ, എക്സ്ട്രീം ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറും എക്സ്ട്രീം ലോ ഹൈ ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള അവസ്ഥയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള മീൻസ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മെന്റൽ ക്ലാരിറ്റി ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. താങ്ക് യു.